ഹരിശ്രീ ഗണപതായ നമഃ. അവിഘ്നമസ്തു. നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ അടുത്ത വരികൾ 13ാമത്തെ വരികളാണ് കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നൈഷാദിദുസഹർച്ചുന്മാം ത്രിക്തോദമഭിബാധതേ പിബന്ധം ത്വമുഗാംബോജാച്യുതം ഹരികഥാമൃതം. അതായത് ഹരിക്കഥകൾ കേൾക്കുന്നതിന് തടസ്സം നേരിട്ടാൽ മഹർഷിയുടെ കഴുത്തിൽ സർപ്പത്തെ എടുത്തിട്ടതായ അപരാധം രാജാവിന് ഉണ്ടാവുമെന്നാണ് പറയണത്. നിമിത്തമുണ്ടാകുകയും അതിൻ്റെ താപം, വിഷമം, വിശപ്പ്, ദാഹം, എൻ്റെ പ്രാണൻ ഇപ്പോൾ ദേഹത്തിൽ നിന്നും വേറിടും. അതായത് കഥ നിർത്തി കഴിഞ്ഞാൽ എന്തിട്ടുണ്ടാവുക, ദേഹത്തിന് ആകെ ബുദ്ധിമുട്ടും വിഷമം ഉണ്ടാവും. പാമ്പിനെ സന്യാസിയുടെ കഴുത്തിലിട്ടത് ഓർമ്മ വരികയും അതിന് ശേഷം അദ്ദേഹം താപത്താലും ദാഹത്താലും മരണപ്പെടുമെന്നാണ് പറയുന്നത്. ഹേ മുനി, അങ്ങയുടെ മുഖമാകുന്ന താമരപ്പൂവിൽ നിന്ന് തടസ്സം കൂടാതെ ഒഴുകി വരുന്ന ശ്രീകൃഷ്ണ കഥയാകുന്ന അമൃതം ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന ഞാൻ ജലപാനം കൂടി ചെയ്യാതെ ആണിരിക്കുന്നതെങ്കിലും വിശപ്പും ദാഹവും ലേശവും തന്നെ ഉപദ്രവിക്കുന്നില്ല. ഇത് കേട്ടിരിക്കുമ്പോൾ ആ സന്തോഷത്തോടെ അതിലിങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വിഷമമൊന്നും തോന്നണില്ല. അതുകൊണ്ട് കൃഷ്ണകഥ പറയുന്നത് നിർത്തരുത് എന്ന് ശുഗ മഹർഷിയോട് ഇദ്ദേഹം പറയണം. ഭഗവത് ഭക്തന്മാരിൽ നിന്ന് കേൾക്കുന്ന ഭഗവത് കഥ അമൃതത്തേക്കാൾ മധുരമുള്ളതാണെന്നും ഹരിക്കഥ പറയുന്ന ശ്രീ ശുഗമുനിയുടെ മുഖത്തെ ഭംഗി കൂടിയിരിക്കുന്നെന്നും അദ്ദേഹം കഥ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ഭയങ്കര ശോഭയാണെന്നും രാജാവ് പറയുന്നുണ്ട്. പിന്നെ ശുഗമുനിയുടെ മുഖത്തെ താമരയോട് ഉപമിക്കുന്ന അദ്ദേഹം താമര പോലെ അങ്ങനെ വിരിഞ്ഞിട്ട് അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ഇരുന്നിട്ടാണ് ഇദ്ദേഹം കൃഷ്ണകഥകൾ പറയുന്നത്. ഹരിക്കഥയെ അമൃതത്തോടും ഉപമിക്കുകയാണ്. ഹരിക്കഥ പറയുന്നത് അമൃതത്തിനോട് ഉപമിക്കുകയാണ്. അങ്ങ് സന്തോഷിക്കുന്നത് പോലെ കേൾക്കുന്നത് കൊണ്ട് ഞാനും അധികം ആനന്ദിക്കുന്നു എന്ന് രാജാവ് പറയുന്നു. അദ്ദേഹം പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ അങ്ങ് സന്തോഷിക്കുന്ന പോലെ ഞാനും സന്തോഷിക്കുകയാണെന്നാണ് പറയണത്. ഇതാണ് ഇതിലുള്ള കഥ. എൻ്റെ പേര് അനിത ശങ്കരൻ നാരായണൻ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കൂടുതൽ ആൾക്കാർ കാണുക. നമ്മുടെ ഭാഗവതം, ശ്രീമദ് ഭാഗവതം പഴയ ഭാഗവതമാണ്. അപ്പോൾ അതൊക്കെ കേട്ടാൽ